പ്രോപ്പർട്ടി വാങ്ങലിൽ പലരും ഇപ്പോൾ കാണിക്കുന്ന ഒരു സ്മാർട്ട് പരിപാടിയുണ്ട്. ഈ പരിപാടി സ്മാർട്ട് ആണോ അതോ കംപ്ലീറ്റ് ഉഡായിപ്പ് ആണോ എന്ന് നിങ്ങൾ തന്നെ ഈ വീഡിയോ കഴിഞ്ഞ് കമന്റ് ആയി പറയൂ. ലോൺ എടുത്ത് പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് ബാങ്കുകൾ പ്രോപ്പർട്ടി എമൗണ്ടിന്റെ 75% മാത്രമേ ലോൺ ആയി തരുള്ളൂ. ഉദാഹരണത്തിന് 1 കോടി രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടി ലോൺ എടുത്ത് വാങ്ങിയാൽ 75% അല്ലെങ്കിൽ 75 ലക്ഷം രൂപ മാത്രമേ ബാങ്ക് ലോൺ ആയി തരൂ. ബാക്കി 25 ലക്ഷം രൂപ ബയ്യർ കയ്യിൽ നിന്ന് കൊടുക്കണം. ഈ തുക കൊടുക്കാൻ ബയ്യറുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മൊത്തം 1 കോടി രൂപയും ബാങ്കിൽ നിന്ന് തന്നെ ലോൺ കിട്ടാൻ വേണ്ടി പ്രോപ്പർട്ടിയുടെ വില സെയിൽ ഡോക്യുമെന്റിൽ കൂട്ടിക്കാണിക്കും. അതായത് നമ്മുടെ എക്സാമ്പിൾ പ്രകാരം 1 കോടി രൂപയ്ക്ക് പകരം 1,33,00,000 രൂപ എന്ന പ്രോപ്പർട്ടി വില സെയിൽ ഡോക്യുമെന്റിൽ കാണിക്കും. ഇവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഈ 33 ലക്ഷം രൂപ ഒന്നുകിൽ സ്ഥലം വിൽക്കുന്ന ആളുടെ ബാങ്കിലേക്ക് അയച്ചു കൊടുത്ത് പിന്നീട് അതിനെ ബയ്യർ തിരിച്ചു വാങ്ങും, അല്ലെങ്കിൽ ഈ 33 ലക്ഷം രൂപ സ്ഥലം വിൽക്കുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുകയേ ഇല്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബയ്യർക്കും സെല്ലർക്കുമുള്ള ലീഗൽ കോൺസിക്വൻസസ് ആണ് താഴെ പറയുന്നത്. ആദ്യം സെല്ലർക്കുള്ള ലീഗൽ കോൺസിക്വൻസ് നോക്കാം. ഡോക്യുമെന്റിൽ കാണിച്ച മുഴുവൻ തുകയും സെല്ലർ അയാളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ച് നിർബന്ധമായും അതിന് എക്സ്ട്രാ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് ബയ്യർക്ക് ലോൺ കിട്ടാൻ വേണ്ടി സെല്ലർ ഇല്ലാത്ത 33 ലക്ഷം രൂപയുടെ 12% 20% ടാക്സ് അടയ്ക്കണം എന്ന് ചുരുക്കം. എങ്ങാനും ഡോക്യുമെന്റിൽ കാണിച്ച മുഴുവൻ തുകയും സെല്ലർ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് നോട്ടീസ് ഉറപ്പാണ്, അതും 200% പെനാൽറ്റിയോടെ. കാരണം ഇത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഫാക്ട് സപ്രസ് ചെയ്തതായിട്ടേ കണക്കാക്കുകയുള്ളൂ. ബയ്യർക്കുള്ള ലീഗൽ കോൺസിക്വൻസസ്. ഈ അധികം തുക കാണിച്ച് പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് 10 അല്ലെങ്കിൽ 12% സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഡോക്യുമെന്റേഷൻ ചാർജസുമായി ബയ്യർ അധികം കൊടുക്കേണ്ടി വരാം. എങ്ങാനും സെല്ലറുടെ അക്കൗണ്ടിലേക്ക് 1,33,00,000 രൂപ അയച്ച് പിന്നീട് 33 ലക്ഷം രൂപ ബയ്യർ തിരിച്ചു വാങ്ങുകയാണെങ്കിൽ ബയ്യർ തിരിച്ചു വാങ്ങിയ ഈ 33 ലക്ഷം രൂപ ഒരു കാരണവും കൂടാതെ സെല്ലർ ബയ്യർക്ക് അയച്ചു കൊടുത്തതായിട്ട് ഇൻകം ടാക്സ് അതിനെ കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഗിഫ്റ്റ് എന്ന പേരിൽ ഈ 33 ലക്ഷം രൂപയ്ക്ക് ബയ്യർ എക്സ്ട്രാ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇതെങ്ങാനും ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുകയോ ആരെങ്കിലും പോയി ബാങ്കിന് പറഞ്ഞു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ച ഈ ഫ്രോഡ് പരിപാടിക്ക് ആദ്യം നോട്ടീസ് വരിക ബയ്യർക്കും പിന്നീട് സെല്ലർക്കുമായിരിക്കും. ഇത്രയും കേട്ട ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പരിപാടി സ്മാർട്ട് ആണോ അതോ ഫ്രോഡ് ആണോ എന്ന് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്.